Hi there, programmer here. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് 2 ബേസിക് പ്രോഗ്രാംസ് ആയിരുന്നു അല്ലേ. ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സം ഓഫ് 2 നമ്പേഴ്സ് ആൻഡ് രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്വാപ്പിംഗ് 2 നമ്പേഴ്സ് യൂസിങ് തേർഡ് വേരിയബിൾ. അതായത് മൂന്നാമതൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് 2 നമ്പേഴ്സിനെ എങ്ങനെ സ്വാപ്പ് ചെയ്യാമെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രോഗ്രാം. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾക്ക് കൂടുതൽ പ്രോഗ്രാംസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് എന്നുള്ള ടോപ്പിക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലുള്ള പ്രോഗ്രാംസ് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. സോ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേരം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. സോ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. കണ്ടീഷണൽ കൺസ്ട്രക്ട്സ്. എന്താണ് ഈ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ്? കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്. ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഡ് വർക്ക് ചെയ്യും. അതിനെയാണ് ഈ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന കോഡിനെയാണ് കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്കൊരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ആവും. അല്ല എന്നുണ്ടെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ആവില്ല. അതാണ് കണ്ടീഷണൽ കൺസ്ട്രക്ട്സ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എടുത്തോ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു നായക്കുട്ടി ഉണ്ടെന്ന് കരുതിക്കോ. ആ നായക്കുട്ടി രാത്രി എപ്പോഴൊക്കെയാണ് ഈ നായക്കുട്ടി കുരയ്ക്കുക? ഒന്ന്, എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കർ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കള്ളൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ നായക്കുട്ടി കുരയ്ക്കും അല്ലേ. ഇങ്ങനെയുള്ള 2 സിറ്റുവേഷനിലാണ് ഈ നായക്കുട്ടി കുരക്കുന്നത്. അതായത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിലാണ് ഈ നായക്കുട്ടി കുരക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ കണ്ടീഷണൽ കൺസ്ട്രക്ട്സും. അതായത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കോഡ് വർക്കാവും. അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ നായക്കുട്ടി കിടക്കുന്ന പോലെ ഒരു സ്ലീപ്പ് മോഡിലായിരിക്കും, അത് വർക്കാവില്ല. അതാണ് കണ്ടീഷണൽ കൺസ്ട്രക്ട്സ്. ഇനി ഈ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് 2 തരത്തിലാണ്. ഒന്ന് സിംഗിൾ ഐട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ മൾട്ടി ഐട്രേഷൻ. ഓക്കെ, സിംഗിൾ ഐട്രേഷൻ, മൾട്ടി ഐട്രേഷൻ എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ ഈ കണ്ടീഷണൽ കൺസ്ട്രക്ട്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ 2 തരത്തിൽ കണ്ടീഷണൽ കൺസ്ട്രക്ട്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിംഗിൾ ഐട്രേഷനിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി മൾട്ടി ഐട്രേഷനിൽ വരുന്ന കുറച്ച് കാറ്റഗറീസ് ആണ്. ഫസ്റ്റ് വൺ ഫോർ ലൂപ്പ്, സെക്കൻഡ് വൺ വൈൽ ലൂപ്പ് ആൻഡ് തേർഡ് വൺ ഡു വൈൽ. സോ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡാണെന്ന് പറഞ്ഞു. പിന്നെ അത് 2 തരത്തിലാണെന്ന് പറഞ്ഞു, സിംഗിൾ ഐട്രേഷൻ ആൻഡ് മൾട്ടി ഐട്രേഷൻ. സിംഗിൾ ഐട്രേഷനിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് മൾട്ടി ഐട്രേഷനിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ടു വൈൽ ലൂപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഓരോ കാറ്റഗറീസും നമ്മൾക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഓരോ പ്രോഗ്രാംസിലും നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്സും നമ്മൾക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതിയത്. കാരണം അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം.
അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ആ കണ്ടീഷൻ ട്രൂ ആവുക അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവും. അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ടോഗിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അതവിടെ സ്ലീപ്പായി കിടക്കും, അതായത് അതവിടെ എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. സിൻടാക്സ് ഇൻ ദ സെൻസ് ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു രീതിയാണ്. ഓക്കെ, അതായത് നമ്മൾക്കിപ്പോൾ മൊബൈലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം ഒരു കാറ്റലോഗ് കൂടി കിട്ടും, അതായത് അതെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതി. അതുപോലെ തന്നെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനും ഒരു സിൻടാക്സ് ഉണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇഫ് ഇടുക, എന്നിട്ട് ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ഇടുക, അതിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് കണ്ടീഷൻ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എന്നിട്ട് ക്ലോസിംഗ് പാരാന്തസിസ് ഇടുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ആ ലൈനിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ കോഡ്, അതായത് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ആവേണ്ട കോഡിൻ്റെ ഉള്ളിൽ എഴുതുക. എന്നിട്ട് ടെർമിനേറ്റ് ചെയ്യാം, അതായത് ടെർമിനേറ്റ് മീൻസ് ഈ കേളി ബ്രേസസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കോഡ് എഴുതുന്നുണ്ടോ ആ കോഡാണ് എക്സിക്യൂട്ട് ആവുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. അതായത് എക്സാമ്പിൾ ചെയ്യാണ്. ഞാനിവിടെ ഒരു നം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ എടുത്തു. ഓക്കെ, അതിന് ഇൻറ്റീജറാണ് ഞാൻ കൊടുത്ത ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി നമ്മിന് ഞാൻ 5 എന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇഫ് എന്നുള്ള കീവേഡ് എഴുതി, എന്നിട്ട് ഓപ്പണിംഗ് പാരാന്തസിസ് ആൻഡ് ദെൻ ക്ലോസിംഗ് പാരാന്തസിസ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് കണ്ടീഷൻ എന്ന് ഞാൻ പറഞ്ഞു, കണ്ടീഷൻ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇനി കണ്ടീഷൻ എഴുതാം. ഇവിടെ ഈ എൻ്റേഡ് നമ്പർ എന്ന് പറയുന്നത് നം എന്ന വേരിയബിളിലാണല്ലോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നം ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നുള്ളതാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യുകയാണ്, അതായത് ഡിസ്പ്ലേ ചെയ്യുകയാണ്. പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ വെച്ചിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യുകയാണ് ഒരു മെസ്സേജ്, അതായത് ദ നമ്പർ ഈസ് പോസിറ്റീവ്. ഓക്കെ, അതായത് ഈ എൻ്റർ ചെയ്ത നമ്പർ 0-നെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മെസ്സേജ് അവിടെ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഈ കോഡിനെ നമുക്കൊന്ന് VS കോഡിൽ റൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ VS കോഡ് ഓപ്പൺ ചെയ്തു. ഇനി ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, new.c എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫയൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് അതായത് #include stdio.h എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെഡർ ഫയലിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മെയിൻ ഫങ്ഷൻ മെയിൻ ഫങ്ഷൻ എഴുതി. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാണ്, അതായത് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വേരിയബിളിന് കൊടുക്കുന്ന നെയിം നം എന്നാണ്. എന്നിട്ട് അതിനെ 5 എന്ന വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇനി ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ നം എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഗാർബേജ് വാല്യൂ ആണ്, അതായത് ഒരു റാൻഡം വാല്യൂവിനെയാണ് ഈ വേരിയബിൾ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നം ഈസ് ഈക്വൽസ് ടു 5 എന്ന് അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നം എന്ന് പറഞ്ഞുള്ള വേരിയബിൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആൻഡ് ഡിക്ലറേഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനീഷ്യലൈസേഷനാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇഫ് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ് നം ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന്. അതായത് എൻ്റെ വേരിയബിൾ, അതായത് നം സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നാണ് ഞാൻ ഈ ഇഫിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണത്. ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു കോഡ് എഴുതുകയാണ്. ഓക്കെ, ഈ കോഡ് എന്താണ് ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ
ഡിസ്പ്ലേ ചെയ്യാണ്. അതായത് എൻ്റെ വാല്യൂ, അതായത് എൻ്റെ വേരിയബിൾ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നാണ്, അതായത് പോസിറ്റീവ് വാല്യൂ ആണ് എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ എൻ്റെ പ്രിൻ്റ് ഓഫ് ഫങ്ഷൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതാണ് ദ നം ഈസ് പോസിറ്റീവ്. /n ഉപയോഗിക്കുന്നത് ന്യൂ ലൈനിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ കോഡ്. ഓക്കെ, ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് ദ നമ്പർ ഈസ് പോസിറ്റീവ്. അതായത് ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ അത് 0-നേക്കാൾ ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കോഡ് എക്സിക്യൂട്ട് ആയത്. ഇനി ഇവിടെ വാല്യൂവിന് ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കാം. അതായത് -5 -5 ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് ഇവിടെ റൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി വീണ്ടും സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ ഒന്നും തന്നെ പ്രിൻ്റ് ആയില്ല. മീൻസ് ഈ കോഡ് ഇവിടെ എക്സിക്യൂട്ട് ആയില്ല. അതാണ് ഈ ഇഫ് കേസിൻ്റെ ഉപയോഗം. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എൽസ്. ഓക്കെ, ഇഫ് കേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഒരു പീസ് ഓഫ് കോഡ് എഴുതിയില്ലേ, അതായത് ഇഫിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് ഓഫ് കോഡ് എഴുതി. അത് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ വേരിയബിൾ നം എന്ന് പറയുന്ന വേരിയബിളിനെ 5 വെച്ചിട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ ചെക്ക് ചെയ്തത് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നാണ്. അതായത് ഈ നമ്പർ പോസിറ്റീവ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ കോഡ് എഴുതി. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കേസാണ് ഞാനിവിടെ ചെക്ക് ചെയ്തത്. ഓക്കെ, അതായത് ഇത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ആവണം. അതായത് ഇതൊരു പോസിറ്റീവ് കേസാണ്. ഇനി ഇവിടെ ഞാൻ എൽസ് കൊടുക്കുകയാണ്. ഓക്കെ, എൽസ് അതായത് ഒരു നെഗറ്റീവ് കേസ് കൂടെ ഞാൻ കൊടുക്കുകയാണ്. അതായത് ഇവിടെ ട്രൂ ആണെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ആവണം, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കോഡ് എക്സിക്യൂട്ട് ആവണം. ഓക്കെ, കോഡ് 2, ഇവിടെ കോഡ് 1. ഓക്കെ, ഇവിടെ കണ്ടീഷൻ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ആവണം, എൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കോഡ് എക്സിക്യൂട്ട് ആവണം. ഇവിടെ ഞാൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു ഡിസ്പ്ലേ ചെയ്യണം മെസ്സേജിന് പ്രിൻ്റ് ഓഫ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രിൻ്റ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഈസ് നെഗറ്റീവ്. അതാണ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇഫ് എൽസ് അതായത് ഇഫ് ദെൻ എൽസ്. ഇഫ് കണ്ടീഷൻ ട്രൂ ദെൻ ദിസ് കോഡ് വിൽ എക്സിക്യൂട്ട്, എൽസ് ദിസ് കോഡ് വിൽ എക്സിക്യൂട്ട്. ഓക്കെ, ഇതൊന്ന് നമുക്ക് VS കോഡിൽ ചെയ്ത് നോക്കാം. ഞാൻ ആ പ്രോഗ്രാമിനെ എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എൽസ് ഇടുകയാണ്. ഓക്കെ, എൽസ് ദെൻ അഗെയിൻ എ ബ്ലോക്ക് ഞാൻ ഇട്ടു. എന്നിട്ട് പ്രിൻ്റ് ഓഫ് ദ നമ്പർ ഈസ് നെഗറ്റീവ്. സെമികോളൻ ഇട്ടിട്ട് ലൈൻ ടെർമിനേറ്റ് ചെയ്തു. ഇനി നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ നമ്മിന് കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ. നേരത്തെ നമുക്ക് ഒന്നും കിട്ടിയില്ല, കണ്ടോ, ഇവിടെ ഒന്നും നമുക്ക് പ്രിൻ്റ് ചെയ്തില്ല. ഇനി എന്താണ് ഇവിടെ ഒന്ന് മെസ്സേജ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു. യെസ്, റിസൾട്ട് തന്നത് ദ നമ്പർ ഈസ് നെഗറ്റീവ്. അതായത് ഇവിടെ കണ്ടീഷൻ ഫെയിലായി. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ആയില്ല. പകരം എൽസിൽ വന്നു കഴിഞ്ഞാൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ കമാൻഡ് കൊടുത്തത്. കോഡ് 2. ഓക്കെ, ഇവിടെ കോഡ് 1. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ആവണം, അല്ല എന്നുണ്ടെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ആവണം. ഇതാണ് ഇഫ് എൽസ്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എൽസ് ഇഫ്. ഓക്കെ, ഇഫ് എൽസ് ഇഫ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കോപ്പി ചെയ്യാണ് എൻ്റെ കോഡ്, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ വേരിയബിളിന് 5 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി 5 എന്ന് പറയുന്ന സംഖ്യ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പറാണ്, അല്ല എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് നമ്പറാണ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നതാണ് സീറോ. സീറോ എന്ന് പറയുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ആണോ നോക്കുന്നുള്ളൂ. അതായത് സീറോനേക്കാൾ ഗ്രേറ്റർ ദാൻ, അതായത് 1, 2, 3 അങ്ങനെ ഇത് കോഡ് ചെക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ സീറോ ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസാ. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ദ നമ്പർ ഈസ് നെഗറ്റീവ് എന്നാണ് വരിക. സീറോ നെഗറ്റീവ് ആണോ? അല്ല. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെയാണ് ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എൽസിന് പകരം ഇഫ് എൽസ് എന്നിടുന്നു. എന്നിട്ട് ഇവിടെ നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ദ നമ്പർ ഈസ് ലെസ് ദാൻ സീറോ ആണെന്ന് നോക്കാം. ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഇവിടെ ഉള്ള കണ്ടീഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീറോ ലെസ് ദാൻ, ഓക്കെ, നമ്പർ ലെസ് ദാൻ സീറോ ആണെന്നാണ് ഇവിടെ നോക്കുന്നത്. അതായത് ഇവിടെ -1, -2, -3 അങ്ങനെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമ്പർ ലെസ് ദാൻ സീറോ ആണെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സീറോ ലെസ് ദാൻ സീറോ എന്ന് വരുന്ന കണ്ടീഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഫാൾസ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ എൽസ് ഇടുന്നത്. ഓക്കെ, ഇവിടെയും ഒരു പീസ് ഓഫ് കോഡ് ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. ഇവിടെ ഞാൻ എഴുതുന്നത് പ്രിൻ്റ് ഓഫ് ദ നമ്പർ ഈസ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല, ഇത് ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെയും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ലൈന് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് കോഡ് 1, കോഡ് 2, ഇവിടെ കോഡ് 3. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഓർത്ത് ഇരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആവും. ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ആവില്ല. ഇനി ഈ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യില്ല. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് പിന്നെ നോക്കില്ല, ചെക്ക് ചെയ്യേയില്ല. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതും അല്ല, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലാസ്റ്റത്തെ കേസ് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, എക്സിക്യൂട്ട് ആവുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് നമുക്ക് VS കോഡിൽ നിന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ കോഡിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇവിടെ ഇഫ് എൽസ് എന്നുള്ളതിന് പകരം എൽസ് ഇഫ്, ഇവിടെ ഞാൻ എൻ്റെ നമ്പർ ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഈസ് നെഗറ്റീവ്, ആൻഡ് ദെൻ ലാസ്റ്റ് എൽസ് പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻറ്റിങ് ദ നമ്പർ ഈസ് 0. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ കോഡിന് കോഡ് 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ ആ നമ്പറിനെ 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താ വരിക നോക്കാം. ദ നമ്പർ ഈസ് 0. ഇറ്റ് മീൻസ് ഈ കോഡും എക്സിക്യൂട്ട് ആയില്ല, ഈ കോഡും എക്സിക്യൂട്ട് ആയില്ല. പകരം ഈ കോഡാണ് എക്സിക്യൂട്ട് ആയത്. കാരണം ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആയി. നമ്പർ ഗ്രേറ്റർ ദാൻ സീറോയും അല്ല, നമ്പർ ലെസ് ദാൻ സീറോയും അല്ല. പകരം നമ്പർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ കോഡ് എക്സിക്യൂട്ട് ആയത്. അതാണ് ഇഫ് എൽസ് ഇഫ്. ഓക്കെ, ഇഫ് എൽസ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും എൽസ് ഇഫ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എൽസ് ഇഫ് കണ്ടീഷൻ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എൽസ് ഇഫ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇഫ് കൂടി വേണം. ഇഫ് കഴിഞ്ഞിട്ടേ നമുക്ക് എൽസ് ഇഫ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എൽസ് എന്ന് പറയുന്ന പാർട്ട് മാൻഡറ്ററി അല്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പോൾ ഒരു ഇഫിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇഫ്. ഓക്കെ,
ഇഫ് ഇൻസൈഡ് അനദർ ഇഫ് ഇസ് കോൾഡ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇഫിൻ്റെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഇഫ്, അതുപോലെ തന്നെ ഇഫിൻ്റെ ഉള്ളിൽ ഇഫ് കഴിഞ്ഞിട്ട് നമുക്ക് എൽസ് ഇഫ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ഇഫ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൽസ് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഫിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെസ്റ്റഡ് ഇഫിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവും, ഡീപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് ആണ്. അതിൽ തന്നെ ഇഫിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇഫിൽ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇഫ് എൽസ് ഇഫ് ഉണ്ട്, പിന്നെ നെസ്റ്റഡ് ഇഫ് കൂടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രോഗ്രാംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ ഫോർ നൗ.